നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ടാണ്. അതെ, ഇന്ത്യയിലെ ഡിവോഴ്സ് കേസസിൻ്റെ കണക്കുകളാണ് നമ്മൾ നോക്കുന്നത്. ഡിവോഴ്സ് കേസസ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. 18.7% അവിടെ ഡിവോഴ്സ് റേറ്റ്സ്. അതിന് തൊട്ട് താഴെ കർണാടകയാണ്. കർണാടകയിൽ 11.7 അവിടുത്തെ ശതമാനം. അതിന് തൊട്ട് താഴെ വെസ്റ്റ് ബംഗാൾ 8.2%. അതിന് തൊട്ട് താഴെ തമിഴ്നാട് 7.2%. അതിനും താഴെയാണ് കേരള 6.3% ഇവിടുത്തെ ഡിവോഴ്സ് കേസസിൻ്റെ റേറ്റ്സ്. ഓക്കെ, പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2016-നും 2022-നും ഇടയിൽ വിവാഹമോചന കേസുകളുടെ എണ്ണത്തിൽ 40% വർധനവുണ്ടായിട്ടുള്ളത്. അതൊരു വലിയ സംഖ്യ കേട്ടോ, കുറച്ച് കാലത്തിനുള്ളിൽ ഉണ്ടാവുന്ന ഒരു വലിയ സംഖ്യയാണത്. അതുപോലെ തന്നെ 2016 19,233 കേസസാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, 19,233. അത് 2022 വരുമ്പോഴത്തേക്കും ഉണ്ടാവുന്നത് 26,976 കേസസ്, ലൈക്ക് 26,976 കേസസ്. 2023-ലും 2024-ലും 30,000-ത്തിലധികം വിവാഹമോചന ഹർജികളാണ് കേരളത്തിലെ കുടുംബ കോടതികളിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 2023 ഇത് 33,535 ആയിരുന്നു. 2024 ആകുമ്പോൾ ഒരു ഇച്ചിരി കുറഞ്ഞു, 30,647 മാറി. ഓക്കെ, ഒരു 3,500 അടുത്ത് കുറഞ്ഞു. പക്ഷേ 30,000 താഴെ പോയിട്ടില്ല കേട്ടോ, 30,000 താഴെ പോയിട്ടില്ല ഡിവോഴ്സ് കേസസ്. അതുപോലെ തന്നെ 2024 ദി ഹിന്ദു പത്രത്തിൽ വന്നൊരു സ്റ്റഡി അതിങ്ങനെ ആയിരുന്നു കേട്ടോ. കേരളത്തിലെ കല്യാണം കഴിഞ്ഞ ആണുങ്ങൾക്ക് ആത്മഹത്യ പ്രേരണ കൂടുതലാണെന്ന്. കാരണം 2023 ആത്മഹത്യ ചെയ്ത കല്യാണം കഴിഞ്ഞ ആണുങ്ങൾ 76.6% ആയിരുന്നു. 76.6% ആ കണക്ക്. 2024 31 വയസ്സുള്ള ടെക്കി അതുൽ സുഭാഷ് എന്ന വ്യക്തി ബാംഗ്ലൂരിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇതുപോലൊരു കാരണം കൊണ്ടായിരുന്നു. ഡിവോഴ്സ് ചെയ്യാൻ നിർബന്ധിക്കുകയും 3 കോടി രൂപ ജീവനാംശം നൽകാനും ഭാര്യ നികിത സിംഘാണിയ ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത കാരണം തൻ്റെ 4 വയസ്സുള്ള മോനെ നോക്കിക്കോണം എന്ന് പറഞ്ഞു അയാളുടെ ജീവിതം അവസാനിപ്പിച്ചു. ഓഗസ്റ്റ് 2024 കർണാടക ഹൈക്കോടതിയിൽ ഒരു സ്ത്രീ ആവശ്യപ്പെട്ട ജീവനാംശം എല്ലാ മാസവും 6,16,000 രൂപയായിരുന്നു. അതിൽ 4 to 5 ലക്ഷം രൂപ അവരുടെ മെഡിക്കൽ എക്സ്പെൻസിനും, 60,000 രൂപ സാധാരണ ചെലവിനും, 50,000 രൂപ ലീഗൽ ഫീസിനും, അതുപോലെ 15,000 രൂപ അവർക്ക് എല്ലാ മാസം ഡ്രസ്സ് എടുക്കാനും. ഇങ്ങനെയായിരുന്നു അവരുടെ ലിസ്റ്റ്. അപ്പോൾ കോർട്ട് അവരോട് പറഞ്ഞു, നിങ്ങളെ ചെലവിനുള്ള കാശ് നിങ്ങൾ തന്നെ കണ്ടെത്തുക എന്നാണ്. എന്നിട്ട് അവരുടെ ഈ പെറ്റീഷൻ അങ്ങോട്ട് തള്ളിക്കളഞ്ഞു. ജൂലൈ 2025 സുപ്രീം കോർട്ടിൽ ഒരു MBA കഴിഞ്ഞ IT കാരി കല്യാണം കഴിഞ്ഞിട്ട് 18 മാസത്തിന് ശേഷം ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. ആലിമോണി അഥവാ ജീവനാംശമായി ചോദിക്കുന്നത് 12 കോടി രൂപയും ഒരു BMW കാറും മുംബൈയിൽ 4 കോടി രൂപയുടെ ഒരു ഫ്ലാറ്റുമാണ്. അപ്പോൾ കോടതി ഇവരോട് ചോദിച്ചു, ഇത്രയും പഠിച്ച സ്വന്തമായി നല്ലൊരു ജോലിയുള്ള നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അന്ന് കോടതി 4 കോടി രൂപയും 4 കോടിയുടെ ഒരു ഫ്ലാറ്റും ഈ സ്ത്രീക്ക് വാങ്ങിച്ചു കൊടുത്തു. ഈ കഴിഞ്ഞ ഒക്ടോബർ 18, 2025 ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ത്യൻ റെയിൽവേ ട്രാഫിക് സർവീസിലെ ഗ്രൂപ്പ് A ഓഫീസർ ജീവനാംശത്തിനു വേണ്ടി കൊടുത്ത പെറ്റീഷൻ ഹൈക്കോടതി റിജക്റ്റ് ചെയ്യുന്നു. അവിടെയും കോടതി പറയുന്നത് നല്ല ജോലിയും ശമ്പളമുള്ള സ്ത്രീക്ക് സ്ഥിര ജീവനാംശത്തിൻ്റെ ആനുകൂല്യം കിട്ടില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും ജീവനാംശം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ അവകാശം തന്നെയാണ്. പിന്നെ എന്തിനാവണം ഹൈക്കോടതി ഇങ്ങനൊരു വിധി പറഞ്ഞത്? കാരണം ചിലർ ഇതിൽ വലിയൊരു സാധ്യത കാണുന്നുണ്ട്. കൈ നനയാതെ മീൻ പിടിക്കുന്ന ഒരു ഡേർട്ടി ബിസിനസ്. കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ കൂടി വരുന്ന ഇത്തരം കേസുകൾ തന്നെയാവണം കോടതിയെ ഇങ്ങനെയൊരു ആംഗിൾ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഇങ്ങനെയുള്ള കച്ചവടക്കാരുടെ വളർച്ച കാരണം ശരിക്കും ജീവനാംശം അർഹിക്കുന്നവർക്ക് പോലും പലപ്പോഴും അത് കിട്ടാതെ വരുന്നു. ഇത്തരക്കാരെ മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്.
മറ്റുള്ളവരുടെ മുന്നിൽ അവർ പെർഫെക്റ്റ് ആയിരിക്കും. അവരുടെ സംസാര രീതി, അവരുടെ ആറ്റിറ്റ്യൂഡ് അതെല്ലാം ഭയങ്കര സെറ്റപ്പായിരിക്കും. കണ്ടാൽ തന്നെ നമുക്ക് ഒരു അടിപൊളി മനുഷ്യൻ അതുപോലൊക്കെ ആവണം നമുക്ക് തോന്നും. അങ്ങനെ ആയിരിക്കും അവരുടെ ഒരു ബിൽഡ്. ആരെയും അവർ കുറ്റം പറയില്ല. അവർ മീൻസ് അവരുടെ സൈഡിലൊരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു സംഭവം കാണാൻ പറ്റില്ല. അത് എന്താ പറയുക, പബ്ലിക്കിൽ അവർക്ക് ഒരു ഹേറ്റേഴ്സ് ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. എന്നാൽ നിങ്ങളുടെ കൂടെ തനിച്ചായാൽ അവർ ചിലരെ കുറ്റം പറഞ്ഞു തുടങ്ങും. നിങ്ങളുടെ കൂടെ തനിച്ചാവുമ്പോൾ അവർ കുറച്ച് ആൾക്കാരെ പറ്റി കുറ്റം പറയും, വളരെ കാഷ്വലായിട്ട് കുറ്റം പറയും. ഓക്കെ, പിന്നെ അവർ ചിലരെ ജഡ്ജ് ചെയ്ത് തുടങ്ങും. ഇതൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോഴേ നമ്മൾ സംഭവിക്കുകയുള്ളൂ. അവർ ചില ആൾക്കാരെ ജഡ്ജ് ചെയ്ത് പറയും. മെല്ലെ മെല്ലെ നിങ്ങളെ അവർ മാനിപ്പുലേറ്റ് ചെയ്തു തുടങ്ങും. ഓക്കെ, അപ്പം നമ്മൾ അറിയില്ല, അവർ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അറിയില്ല. സാധാരണ അത് അറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇവരുടെ അടുത്ത് നമുക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല സംഭവം. ഇവരോടുള്ള സ്നേഹവും വിശ്വാസവും കാരണം നമ്മൾ അവരുടെ വലയിൽ വീഴും. നമ്മൾ അറിയാതെ തന്നെ അവരുടെ ഒരു പുതിയ വെർഷനായി മാറും. അതങ്ങനെയാണ്, കാരണം നമുക്ക് ഇത്ര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അത്ര ഇഷ്ടമുള്ള ഒരാൾ നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് വിശ്വസിക്കും. അപ്പോൾ ഈ വിശ്വാസത്തിൽ നമ്മൾ അവിടെ ലയിച്ചു പോകും. അവർ പറഞ്ഞ എല്ലാം വിശ്വസിക്കും, എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ തന്നെ ഒരു പുതിയ വെർഷനായി മാറും എന്നാണ് പറഞ്ഞു. നമ്മളുടെ ആ ക്യാരക്ടർ വിട്ടിട്ട് പുതിയൊരാളായി മാറും. അപ്പോൾ നമ്മളുടെ ക്യാരക്ടർ നമ്മൾ ലൂസ് ചെയ്യും. The energy cannot be created or destroyed, only converted one form to another എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇത്തരക്കാരെ നശിപ്പിക്കാൻ കഴിയില്ല. അവരെ മനസ്സിലാക്കി മാറ്റി നിർത്താനേ സാധിക്കുകയുള്ളൂ. ആഗോളതലത്തിൽ നോക്കിയാൽ ഇന്ത്യയിലെ ഡിവോഴ്സ് കേസസ് ഒരു ചെറിയ ശതമാനം മാത്രമേ ഉള്ളൂ. എന്നാൽ കേരളത്തിൽ 2016 മുതൽ 22 വരെയുള്ള കാലങ്ങളിൽ വന്ന 40% വളർച്ച അത് വലിയ ആശങ്കാജനകമാണ്. കഴിഞ്ഞ ജൂൺ 30, 2025 വരെയുള്ള കണക്കുകൾ നോക്കിയാൽ 38,067 ഡിവോഴ്സ് കേസസാണ് നമ്മുടെ കുടുംബ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത്. എല്ലാ ദിവസവും ആവറേജ് നോക്കിയാൽ 75 കേസുകൾ ഉണ്ടാകുന്നുണ്ട്. കൂടി വരുന്ന കേസസ് ഹാൻഡിൽ ചെയ്യാൻ സംസ്ഥാനത്ത് 28 കുടുംബ കോടതികളുമുണ്ട്. പക്ഷേ ഇത്തരം ട്രെൻഡുകളിൽ ജീവിതം നശിച്ചു പോകുന്ന ഒരുപാട് സാധാരണക്കാരുണ്ട്. പലപ്പോഴും തൻ്റെ കുടുംബം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാവുന്നത് പലർക്കും താങ്ങാനാവാത്ത ഒരു വേദനയായി പിന്നീട് മാറിപ്പോവാറുണ്ട്. നമ്മുടെ ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും സന്തോഷിച്ചിരിക്കുക, പ്രശ്നങ്ങളിൽ ചാടാണ്ടിരിക്കുക, മാനിപ്പുലേറ്റ് ചെയ്യാൻ വരുന്നവരെ മനസ്സിലാക്കി അവരെ മാറ്റി നിർത്തുക. താങ്ക് യു.